ഞാനിപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണിൽ മെഡോസ് അല്ലെങ്കിൽ മുട്ടക്കുന്നുകളുള്ള സ്ഥലത്താണ്. മുട്ടക്കുന്നുകൾ കൂടുതലുള്ള സ്ഥലമാണ് വാഗമൺ. പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരിക്കൽ വന്നപ്പോഴും ശരിക്കും മുട്ടയായിരുന്നു കുന്നുകളെല്ലാം, കാരണം വലിയ ഗ്രീനറി ഒന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ നല്ല പുല്ലൊക്കെ പിടിച്ച് നല്ല ഭംഗി കിടപ്പുണ്ട്. ഇവിടെ വന്നുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇവിടെ കയാക്കിംഗ്, ബോട്ടിങ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ചെറിയൊരു ലേക്കുണ്ട് ഇവിടെ നമുക്ക് വന്നിട്ട് എൻജോയ് ചെയ്യാം. ചെറിയ നിശ്ചിത ഫീസുണ്ട് എല്ലാത്തിനും. ഇതിനകത്ത് DTPCയുടെ അവരുടേതായ നല്ല ലൊക്കേഷനുള്ള മുട്ടക്കുന്നുകളാണ് ഈ കാണുന്നതെല്ലാം. അപ്പം ഇവിടെ വന്നിട്ട് സിപ്പ് ലൈനൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കയറി ഇങ്ങനെ പോയി അങ്ങേറ്റം വരെ എൻഡ്. അപ്പോൾ ഇതിൽ ഈ മുട്ടക്കുന്നുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇത്തരം ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെടാൻ താല്പര്യമുള്ളവർക്കൊക്കെ വരാം. ഏറ്റവും കൂടുതൽ ഈവനിങ് ടൈമാണ് ഈ മുട്ടക്കുന്നുകളിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സമയം. പക്ഷേ ഞാൻ വരുന്നതിന് 2 ദിവസം മുമ്പ് നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷേ ഇപ്പോഴ് മഴയൊന്നുമില്ല, നല്ല ക്ലീൻ ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. എത്രയാണ് നമ്മുടെ റേറ്റ് ഇവിടെ? സിപ്പ് ലൈൻ, നമുക്കിവിടെ സിപ്പ് ലൈൻ ഉണ്ട്. 400 റുപ്പീസാണ് ഇതിന് ഈടാക്കുന്നത്. ഇതാണ് വാഗമണിലെ മുട്ടക്കുന്നുകൾ. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഈ മുട്ടക്കുന്നുകൾ സന്ദർശിക്കുമ്പോൾ മഴയും ഇടിയുള്ള സമയത്ത് സന്ദർശിക്കരുത്, കാരണം ഇടി വീഴാനുള്ള സാധ്യത കൂടുതലാണ്, അത്തരം അപകടങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ വരാൻ. വാഗമൺ മുട്ടക്കുന്നുകൾ.